കേരളത്തിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിന്റെ റിസൾട്ടാണ് നിലമ്പൂരിലെ UDF വിജയമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കെ സുധാകരൻ എം.പി. പിണറായി സർക്കാരിനെതിരായ വികാരം UDFന് അനുകൂലമായി. ഇനിയൊരു തെരഞ്ഞെടുപ്പിലും LDFന് വിജയപ്രതീക്ഷ വേണ്ടെന്നും കെ സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൻ്റെ വിജയം കേരളത്തിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിൻ്റെ ഒരു റിസൾട്ടാണ്. ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനെതിരെയുള്ള പൊതുജനത്തിൻ്റെ വികാരപരമായ ചിന്തയിലൂടെ ഉരുത്തിരിഞ്ഞു വന്നതാണ് UDFന് അനുകൂലമായ ഈ രാഷ്ട്രീയ സാഹചര്യം. ഞങ്ങൾ ആരംഭത്തിലേ പറഞ്ഞല്ലോ, കേരളത്തിലെ ഇടതുപക്ഷം ഇനി ജയിക്കാൻ സാധ്യതയില്ല, ഒരു തെരഞ്ഞെടുപ്പിലും ജയിക്കാൻ സാധ്യതയില്ല, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും അവർക്ക് ജയിക്കാൻ സാധിക്കില്ല എന്ന് പൂർണ്ണമായി രാഷ്ട്രീയം പഠിച്ച് രാഷ്ട്രീയം സ്റ്റഡി ചെയ്ത് ഞങ്ങൾ പറയുകയാണ്, വെറുതെ പറയുന്നതല്ല. അതെ, അൻവറിൻ്റെ ഒരു സാന്നിധ്യം ഈ തെരഞ്ഞെടുപ്പിൻ്റെ അകത്ത് ഒരെണ്ണപ്പെട്ട തെരഞ്ഞെടുപ്പിലാണ്. നിങ്ങൾ മാധ്യമങ്ങളൊക്കെ വലിയ പ്രാധാന്യം കൊടുത്തു അൻവറിന്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അൻവർ ഒരു നയപരമായ ഒരു രാഷ്ട്രീയ സമീപനം സ്വീകരിച്ച് വന്നയാളെ പുറത്ത് CPM-ൽ നിന്ന് വിട്ട് അദ്ദേഹം കോൺഗ്രസിലേക്ക് വരണമെന്നായിരുന്നു ഞാൻ അന്നേ ആഗ്രഹിച്ചതും ഞാനന്ന് സംസാരിച്ചതും. വരാമെന്ന് അദ്ദേഹം ഏറ്റതുമാണ്. അത് പിന്നെ മറ്റ് സാങ്കേതികമായ ചില പ്രശ്നങ്ങളുടെ പേരിൽ അത് ചുഴഞ്ഞു പോയി, നഷ്ടപ്പെട്ടു പോയി. അദ്ദേഹം കോൺഗ്രസിലേക്ക് വരാൻ അദ്ദേഹം തയ്യാറുണ്ട് എങ്കിൽ പാർട്ടിയോട് ആവശ്യപ്പെട്ടാൽ അത് പാർട്ടി ചിന്തിക്കും, എല്ലാ നേതാക്കന്മാരും ചർച്ച ചെയ്ത് അത് ഉചിതമായ തീരുമാനമെടുക്കും. ഒരിക്കലും അൻവറെ പോലെ ഒരു രാഷ്ട്രീയക്കാരൻ വേണ്ട എന്ന് കോൺഗ്രസിനെ പോലൊരു പാർട്ടി പറയില്ല. ഈ സർക്കാരിനെ ജനം അത്രയ്ക്ക് വെറുത്തു കഴിഞ്ഞെന്ന് സുധാകരൻ പറഞ്ഞു. UDFന്റെ ഐക്യത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും വിജയം കൂടിയാണിത്. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം അഭിനന്ദനാർഹമാണ്. PV അൻവർ കോൺഗ്രസിലേക്ക് വരണമെന്ന് തൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയും മുന്നണിയുമാണ്. അത് ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനം എടുക്കുമെന്നാണ് തൻ്റെ വിശ്വാസമെന്നും കെ സുധാകരൻ പറഞ്ഞു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള 100% വിജയചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ITI. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 4.5 പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം. കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് NCVT സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ITI. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ, KGCE ഈവനിംഗ് ബാച്ചുകൾ, 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, 50% ഫീസ് ഇളവോട് കൂടിയ സ്കോളർഷിപ്പുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മോഡേൺ ITI, ഓപ്പോസിറ്റ് ചേംബർ ഹാൾ, കാൽടെക്സ്, കണ്ണൂർ.